തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നിലപാടുകൾ രാഷ്ട്രീയ രംഗത്തും അലയൊലി സൃഷ്ടിച്ചിട്ടുണ്ട് നേരത്തെ. റബ്ബർ വില കൂട്ടിയാൽ വേണ്ടി വന്നാൽ BJP-യെയും വിജയിപ്പിക്കുമെന്ന പ്രസംഗം ഉൾപ്പെടെയാണ് അങ്ങനെ ചർച്ചയിൽ നിറഞ്ഞത്. എന്നാൽ സംഘപരിവാറിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയാണ് ഇപ്പോൾ പാംബ്ലാനി പിതാവ്. ബിഷപ്പ് പാംബ്ലാനി മാത്രമല്ല, കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലും BJP-ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുനമ്പം വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ എതിർപ്പ്. ഈ പ്രസംഗങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്ന് നമുക്കിനി നോക്കാം. ഇന്ത്യാസ് കരീം നൽകും ആ വിശദാംശങ്ങൾ. തുല്യതയുടെയും നീതിയുടെയും ഒക്കെ ഓർമ്മപ്പെടുത്തലാണ് കുരിശിന്റെ വഴി എന്നായിരുന്നു ഇന്ന് തലശ്ശേരി അതിരൂപത ബിഷപ്പായിട്ടുള്ള ജോസഫ് പാംബ്ലാനി തന്റെ സന്ദേശത്തിൽ പറഞ്ഞൊരു കാര്യം. അതോടൊപ്പം തന്നെ BJP-യോട് ക്രൈസ്തവ സഭകൾ കൂടുതൽ അടുക്കുന്നുവെന്ന പ്രചാരണം ശക്തമാകുന്നതിനിടയ്ക്ക് അദ്ദേഹം BJP-ക്കെതിരെ ഇന്ന് പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ജബൽപൂരിലും മണിപ്പൂരിലുമൊക്കെ ക്രൈസ്തവ വൈദികർക്കെതിരെ ആക്രമണം ഉണ്ടാവുന്നു, അതോടൊപ്പം തന്നെ കുരിശിന്റെ വഴി നടത്തുന്നതിനുള്ള അനുമതി നിഷേധിച്ചതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം BJP-ക്കെതിരെ ഇന്ന് ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇന്ന് ജബൽപൂരിലാകട്ടെ മണിപ്പൂരിലാകട്ടെ അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടഹാറിലാകട്ടെ എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പായിട്ടുള്ള ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുനമ്പത്തിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ BJP പറഞ്ഞ കാര്യങ്ങളെ തള്ളിപ്പറയുന്ന രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായത്. അതായത് മുനമ്പത്തിന്റെ കാര്യത്തിൽ KCBC പുതിയ നിയമത്തെ പിന്തുണച്ച് നിന്നതിന്റെ കാര്യം ഈ നിയമം കൊണ്ട്, പുതിയ നിയമം കൊണ്ട് അത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരുന്നു. എന്നാൽ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ, പഠിച്ചപ്പോൾ ഈ പുതിയ നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് ബോധ്യമായി എന്നായിരുന്നു വർഗീസ് ചക്കാലക്കൽ പറഞ്ഞത്. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കോടതിക്ക് പുറത്ത് സംസാരിച്ചു തീർക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അങ്ങനെയും പരിഗണിക്കണമെന്നൊരു കാര്യവും വർഗീസ് ചക്കാലക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിൽ അത് BJP-ക്കെതിരെയുള്ള ഒരു വിമർശനമായിട്ടും ഒക്കെയാണ് ഇപ്പോൾ അതിനെ വിലയിരുത്തുന്നത്. എന്തായാലും BJP-ക്കെതിരെ ഈ കുരിശിന്റെ വഴി നടന്ന ദുഃഖവെള്ളിയുടെ ഈ ദിനത്തിൽ BJP-ക്കെതിരെ പരസ്യമായിട്ട് പാംബ്ലാനി അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.